നമസ്കാരം. ഇറാന്റെ രക്തക്കറ പുരണ്ട ആയുധപുരകൾ, അമേരിക്കയുടെ ഹൃദയം കീറിയ വെടിയുണ്ടകൾ. ഇറാൻ അമേരിക്ക യുദ്ധത്തിന് പരിസമാപ്തിയായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെയാണ് ഒരു കരാറുമായി മുന്നോട്ട് പോകേണ്ടത്, ഇങ്ങനെയാണ് ഒരു യുദ്ധം അവസാനിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ അതിന് വ്യക്തമായൊരു ഉത്തരം പറയുവാൻ ചിലപ്പോൾ അമേരിക്കയ്ക്കോ ഇറാനോ തന്നെ കഴിഞ്ഞെന്ന് വരില്ല. സമാധാന കരാറുകൾ ഉണ്ടാക്കിയിരിക്കുന്നു, പക്ഷെ സമാധാന കരാർ ലംഘിക്കുന്നത് ഒരു സ്ഥിരം കാഴ്ചയായി മാറുന്നു. അത് അമേരിക്കയാകട്ടെ ഇറാനാകട്ടെ ആരുമായാലും. പക്ഷെ ഇവിടെ ഇപ്പോ കരാർ ലംഘിച്ചാൽ ഇനി മറുപടി അതിവേഗമായിരിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ യുദ്ധം നടക്കുമ്പോൾ പലതരത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ആയുധപ്പുരകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പുതിയ പുതിയ യുദ്ധതന്ത്രങ്ങൾ, യുദ്ധ ആയുധങ്ങൾ, പ്രയോഗിക്കപ്പെടേണ്ട ആക്രമണത്തിന് ഇരയാക്കപ്പെടേണ്ടവരുടെ ഇടയിലേക്ക് പാഞ്ഞു കയറേണ്ട മിസൈലുകൾ ഉൾപ്പെടെയുള്ള പുതിയ പരീക്ഷണായുധങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ യുദ്ധക്കളത്തെ തന്നെ ചിലപ്പോൾ ഒരു ആയുധ പരീക്ഷണശാലയാക്കി മാറ്റുകയാണ് ഓരോ രാജ്യവും. അത് അമേരിക്കയാകട്ടെ ഇറാനാകട്ടെ ആരുമാണ്. അപ്പോൾ ഇവിടെ യുദ്ധത്തിനിടയിൽ ഇറാൻ വികസിപ്പിച്ചെടുക്കുന്ന പുതിയ തലമുറ ആയുധ ശേഖരം എന്ന് പറയപ്പെടുന്നത് അമേരിക്കയുടെ ഹൃദയം കീറിയ സംവിധാനങ്ങളാണ്, സംഭവങ്ങളാണ്. തങ്ങളുടെ പുതിയ തലമുറ പോർവിമാനങ്ങളും ഡ്രോണും ഒക്കെ പരീക്ഷിച്ച് വിജയിച്ച ഇറാന്റെ ഈ അവിശ്വസനീയമായിട്ടുള്ള കുതിപ്പെന്ന് പറയപ്പെടുന്നത് ആഗോള സൈനിക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തൊരു മാസ് അധ്യായമാണ്. ചിലപ്പോൾ ഇറാന്റെ ആത്മവീര്യത്തെ തകർക്കാൻ അല്ലെങ്കിൽ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രാമാനിയെ ലോകത്തിന് മുൻ വിളിച്ചു പറഞ്ഞതൊരു തീയേക്കാൾ പൊള്ളുന്ന ഒരു സത്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതെ, അതൊക്കെ അമേരിക്കയുടെ ഹൃദയം കീറിയ വെടിയുണ്ടകളായിരുന്നു. ഇറാന്റെ രക്തക്കറ പുരണ്ട ആയുധപ്പുരകൾ കണ്ട് വിരണ്ടുപോയ അമേരിക്കയ്ക്ക് കരാറല്ലാതെ മറ്റു വഴിയില്ലാതെ പോയത് അതുകൊണ്ട് തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ പരാജയം അമേരിക്കയ്ക്ക് തന്നെയല്ലേ? അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ സമാധാന കരാറിന് വേണ്ടിയിട്ടുള്ള മുറവിളി കാണുമ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം യുദ്ധം തുടങ്ങാൻ ഒരിക്കലും ഇറാൻ തയ്യാറായിരുന്നില്ല. യുദ്ധം തുടങ്ങാൻ താല്പര്യം കാണിച്ചത് ഇസ്രായേലും അമേരിക്കയുമായിരുന്നു. പക്ഷെ ഇന്ന് ആ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നത് അമേരിക്കയാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇറാന്റെ രക്തക്കറ പുരണ്ട ആയുധപ്പുരകൾ കണ്ട് അമേരിക്ക വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ആഗോള സാമ്രാജ്യത്തിന്റെ ഉരുക്കുമുഷ്ടികൾക്കും അവരുടെ സഖ്യകക്ഷികളുടെ പടക്കോപ്പുകൾക്കും മുന്നിൽ തലകുനിക്കാത്ത പശ്ചിമേഷ്യയുടെ അചഞ്ചലമായിട്ടുള്ള പ്രതിരോധ കോട്ട, അതാണ് ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പടുത്തുയർത്തിയ ക്രൂരമായിട്ടുള്ള അധിനിവേശത്തിന്റെ 40 അഗ്നിദിനങ്ങൾ ഒടുവിൽ ചെന്ന് അവസാനിച്ചത് ലോകത്തെ ഞെട്ടിച്ച ഒരു മഹാ അത്ഭുതത്തിലാണ്. ഇറാനെ തകർത്ത് തരിപ്പണമാക്കണമെന്ന സാമ്രാജ്യത്വ മോഹങ്ങളുടെ നെഞ്ചിലേക്ക് ചവിട്ടിക്കയറി യുദ്ധത്തിന്റെ കനൽ വഴികളെ തങ്ങളുടെ അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യയുടെ സുവർണാവസരമാക്കി മാറ്റുകയായിരുന്നു ഇറാൻ. ശത്രുവിന്റെ മിസൈലുകളും ബോംബുകളും ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുമ്പോൾ ബങ്കറുകൾക്കുള്ളിലിരുന്ന് ഭയപ്പെടുകയല്ല, മറിച്ച് ശത്രുവിന്റെ ചിറകരിയുന്ന മാരകമായിട്ടുള്ള ഡ്രോണുകളും ഒപ്റ്റിമൈസ് ചെയ്ത മിസൈലുകളും നിർമ്മിക്കുന്ന തിരക്കിലായിരുന്നു ഇറാന്റെ ശാസ്ത്രജ്ഞർ. യുദ്ധക്കളത്തിലെ തന്നെ ആയുധ പരീക്ഷണ ശാലയാക്കി മാറ്റുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, രീതികൾ, പ്രവർത്തനങ്ങൾ. തങ്ങളുടെ പുതിയ തലമുറ പോർവിമാനങ്ങളും ഡ്രോണുകളും പരീക്ഷിച്ച് വിജയിച്ച ഇറാന്റെ ഈ അവിശ്വസനീയമായിട്ടുള്ള കുതിപ്പ് എന്ന് പറയപ്പെടുന്ന ആഗോള സൈനിക ചരിത്രത്തിൽ അതിന് സമാനതകളില്ലാത്ത ഒരു അധ്യായമാണ്. ഇവരുടെ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രാമാനിയ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞത് തന്നെ ഒരു തീയേക്കാൾ പൊള്ളുന്ന സത്യമാണ്. ഇറാന്റെ ആത്മവീര്യത്തെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് വിളിച്ചു പറഞ്ഞതിന്റെ യാഥാർത്ഥ്യവും പൊരുളും അതാണ്. ഈ പുതിയ സംഘർഷത്തിന്റെ തുടക്കം തികച്ചും ക്രൂരവും രാജ്യാന്തര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ളതുമായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 27 ഇസ്ലാമിക് വിപ്ലവത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയും നിരവധി ഉന്നത സൈനിക കമാൻഡർമാരും വധിക്കപ്പെട്ടതോടു കൂടിയാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ തങ്ങളുടെ രണ്ടാമത്തെ നേരിട്ടുള്ള അധിനിവേശ യുദ്ധം ആരംഭിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിന്റെ ചതിയിലൂടെ ഇല്ലാതാക്കി രാജ്യത്തെ അരാജകത്വത്തിലേക്ക് തള്ളിയിടാമെന്ന പാശ്ചാത്യ ശക്തികളുടെ മോഹം പക്ഷേ വിപരീത ഫലമാണ് ഉണ്ടാക്കിയത് എന്നതാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്റെ രക്തസാക്ഷിത്വം ഇറാനിയൻ സായുധ സേനയെയും കൂടുതൽ ശക്തമായി പോരാടാൻ അവരെ പ്രേരിപ്പിച്ചു എന്നതാണ്. ഇതിന് മറുപടിയായിട്ട് വെറും 40 ദിവസത്തിനുള്ളിൽ 100 തരംഗങ്ങളായ അതിശക്തമായ പ്രത്യാക്രമണമാണ് ഇറാൻ നടത്തിയത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അത്യാധുനിക സൈനിക കേന്ദ്രങ്ങളെയും തന്ത്രപ്രധാനമായിട്ടുള്ള ആസ്തികളെയും കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇറാൻ നടത്തിയിട്ടുള്ള ആ
മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ശത്രുപക്ഷത്ത് വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തങ്ങളുടെ ആകാശ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടുക്കാൻ കഴിയാത്ത വേഗതയിലാണ് ഇറാന്റെ മിസൈലുകൾ പെയ്തിറങ്ങിയതെന്ന് ശത്രുക്കൾ പോലും സമ്മതിക്കേണ്ടി വന്ന കാലം. ഏതൊരു സാധാരണ രാജ്യവും യുദ്ധമുണ്ടാകുമ്പോൾ നിലവിലുള്ള ആയുധങ്ങൾ നിലനിർത്തുവാനും പ്രതിരോധിക്കുവാനും മാത്രമാണ് ശ്രമിക്കുക. എന്നാൽ ഇറാൻ അവരുടെ സൈന്യമൊക്കെ യുദ്ധക്കളത്തെ ഒരേ സമയം തങ്ങളുടെ പരമാധികാര സംരക്ഷണത്തിനായിട്ടും പുതിയ ആയുധങ്ങളുടെ പരീക്ഷണശാലയായിട്ടും ഒക്കെ ഉപയോഗിച്ചു. ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രമാനിയെ വ്യക്തമാക്കിയതുപോലെ യുദ്ധം കൊടുമ്പിക്കൊണ്ടിരിക്കുന്ന അവസാന നാളുകളിൽ ഇറാനിയൻ സായുധ സേന തികച്ചും പുതിയതും മുൻ തലമുറകളെക്കാൾ സങ്കീർണവുമായിട്ടുള്ള ഡ്രോണുകളാണ് യുദ്ധരംഗത്ത് വിന്യസിച്ചത് എന്നതാണ്. മുൻപ് തന്നെ ഗവേഷണ ഘട്ടത്തിലായിരുന്ന ഈ ഡ്രോണുകളുടെ നിർമ്മാണം യുദ്ധത്തിനിടയിലെ അടിയന്തരമായിട്ടുള്ള സാഹചര്യം കണക്കെടുത്ത് അതിവേഗം പൂർത്തിയാക്കുകയും നേരിട്ട് യുദ്ധസേവനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇതിനർത്ഥം ശത്രുവിന്റെ ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ സൈനിക വിതരണ ശൃംഖലയും ശാസ്ത്ര സാങ്കേതിക മേഖലയും പൂർണ്ണമായിട്ടും സജ്ജമായി പ്രവർത്തിച്ചിരുന്നു എന്നാണ്. കേവലം പ്രതിരോധം മാത്രമല്ല, നിരന്തരമായിട്ടുള്ള ഗവേഷണവും വികസനവും ഇറാന്റെ സൈനിക സിദ്ധാന്തത്തിന്റെ ഭാഗമാണെന്ന് ഈ നീക്കം തെളിയിക്കുകയാണ്. നിലവിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഭാവിയിലെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് പുതിയ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുവാൻ കഴിഞ്ഞത് ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള വിജയമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഇറാന്റെ ആയുധ ശേഖരത്തിൽ നിലവിൽ തന്നെയുള്ള അറാഷ് 2 പോലുള്ള ഡ്രോണുകൾ കൃത്യത കൊണ്ടും ദൂരപരിധി കൊണ്ടും ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്നവയാണ്. എന്നാൽ യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇറാൻ പുറത്തിറക്കിയ പുതിയ ഡ്രോണുകൾ, ആ പുതിയ ഡ്രോണുകൾ എന്ന് പറയപ്പെടുന്നത് ഇതിനേക്കാൾ എത്രയോ മടങ്ങ് സങ്കീർണവും ശേഷിയുള്ളതുമാണ് എന്നാണ് ഇപ്പോൾ സൈനിക വക്താക്കളടക്കം പറയുന്നത്. അതായത് പുതിയ ഡ്രോണുകൾ എന്ന് പറയപ്പെടുന്നത് ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ വെട്ടിച്ചു കടക്കുവാൻ ശേഷിയുള്ളതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ പുതിയ ആയുധങ്ങളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും അവയുടെ വിസ്മയിപ്പിക്കുന്ന കഴിവുകളും ഉടൻ തന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്തുമെന്ന് കൂടി പറഞ്ഞു വെക്കുമ്പോൾ ഡ്രോണുകൾക്ക് പുറമെ സാധാരണ സൈന്യവും IRGCയും ഉപയോഗിക്കുന്ന മിസൈലുകളെ യുദ്ധകാലത്ത് തന്നെ ഒപ്റ്റിമൈസ് ചെയ്യുവാനും അവയുടെ പ്രഹരശേഷിയും കൃത്യതയും വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്തുവാനും ഇറാൻ സാധിച്ചു എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും ആഭ്യന്തരമായി ഉത്പാദിപ്പിക്കുന്ന ഈ സംവിധാനങ്ങൾക്ക് പുറമെ തങ്ങളുടെ സൗഹൃദം അല്ലെങ്കിൽ തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ ആ സൗഹൃദം പുലർത്തുന്ന മറ്റ് ശക്തമായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് നൂതനമായിട്ടുള്ള സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള പദ്ധതികളും ഇറാൻ ഗൗരവമായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഈ ഇരട്ടതന്ത്രം ഇറാന്റെ പ്രതിരോധ മേഖലയെ കൂടുതൽ സ്വയം പര്യാപ്തവും സുരക്ഷിതവുമാക്കുകയാണ്. 40 ദിവസത്തെ ശക്തമായിട്ടുള്ള പ്രതിരോധത്തിനൊടുവിൽ ഇറാന്റെ സൈനിക ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അമേരിക്കയ്ക്ക് നയതന്ത്ര ചർച്ചകൾ വഴങ്ങേണ്ടി വന്നത്. ജൂൺ 15 പാകിസ്ഥാന്റെ മധ്യസ്ഥയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച കരാർ ഇറാന്റെ തന്നെ വലിയൊരു നയതന്ത്ര വിജയമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലെബനൻ ഉൾപ്പെടെയുള്ള മേഖലകളിലെ സൈനിക പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുവാനും സാമ്രാജ്യത്വ ശക്തികൾ ഇറാനെതിരെ ഏർപ്പെടുത്തിയ നിയമവിരുദ്ധമായിട്ടുള്ള നാവിക ഉപരോധം നീക്കുവാനും ഈ കരാറിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള കടൽപ്പാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നു കൊടുക്കുവാൻ ഇറാൻ സമ്മതിച്ച തങ്ങളുടെ നിബന്ധനകൾ പാശ്ചാത്യ ശക്തികൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കയ്യിൽ ഭദ്രമാണെന്നും ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷ നിർണ്ണയിക്കുന്നത് അത് ഇറാന്റെ നിലപാടുകളാണെന്നും ഈ യുദ്ധത്തിൽ അതിലൂടെ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ് ഇവയെല്ലാം. സാമ്രാജ്യത്വ ശക്തികളുടെ കപ്പലുകളെയും സൈന്യത്തെയും തങ്ങളുടെ തീരത്ത് നിന്ന് അകറ്റി നിർത്തുവാൻ ഇറാന് കഴിഞ്ഞത് അവരുടെ ശക്തമായ പ്രതിരോധ നയം കൊണ്ട് മാത്രമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ യുദ്ധം അവസാനിച്ചുവെങ്കിലും സാമ്രാജ്യത്വ ശക്തികളുടെ വാഗ്ദാന ലംഘനങ്ങൾ ഇറാൻ ഇപ്പോഴും കടുത്ത ജാഗ്രതയോടുകൂടിയാണ് വീക്ഷിക്കുന്നത്. അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും ഒപ്പുവെച്ച ധാരണാപത്രങ്ങൾ ലംഘിക്കുന്ന ചരിത്രത്തിൽ പുതിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആയത്തുള്ള അലി ഖമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവ് നൽകിയ മുന്നറിയിപ്പ് അതീവ ഗൗരവമേറിയതാണെന്ന് പറയേണ്ടിയിരുന്നു. കരാറിലെ ഏതെങ്കിലും ഒരു വ്യവസ്ഥ ലംഘിക്കുവാൻ അമേരിക്ക തുനിഞ്ഞാൽ അതിന് ഇറാൻ നൽകുന്ന മറുപടി മുൻപത്തേക്കാൾ ഇരട്ടിയായിരിക്കും അല്ലെങ്കിൽ വേഗതയിലായിരിക്കും എന്നുള്ളതാണ്. മറുപടി ഇങ്ങനെ കൊടുക്കുക എന്നുള്ളത് സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുന്നതാണെന്നുള്ളത്. ഇവിടെ യുദ്ധകാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ അതിപ്പോഴും ഇറാന്റെ പക്കലുണ്ട് എന്നത് ഒരു മുന്നറിയിപ്പിന്റെ ആക്കം കൂട്ടുന്നതാണ്. ശത്രുക്കളുടെ ഏത് തരത്തിലുള്ള അപ്രതീക്ഷിതമായ നീക്കങ്ങളെ നേരിടാൻ ഇറാന്റെ മിസൈൽ യൂണിറ്റുകളും ഡ്രോൺ വ്യൂഹങ്ങളും സദാ സജ്ജമാണ്. ഇനി ഒരു കടന്നാക്രമണത്തിന് മുതിർന്നാൽ തന്നെ അത് സാമ്രാജ്യത്വ ശക്തികളുടെ പൂർണ്ണമായിട്ടുള്ള തകർച്ചയായിരിക്കും വഴി തുറക്കുക എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ചുരുക്കത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ സംയുക്ത ആക്രമണം ഇറാന്റെ കരുത്ത് വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കേട്ടോ. സൈനിക വക്താക്കൾ പറഞ്ഞതുപോലെ സുരക്ഷിതവും ശക്തവുമായിട്ടുള്ള ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിനാണ് ഈ മഹത്തായിട്ടുള്ള സൈനിക മുന്നേറ്റങ്ങൾ രാജ്യം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ സ്വന്തം മണ്ണിൽ വിപ്ലവത്തിന്റെ കനലുകൾ കാത്തുസൂക്ഷിക്കുന്ന ഇറാനിയൻ ജനതയ്ക്ക് ഈ വിജയങ്ങൾ വലിയൊരു അംശം വരെ ആത്മവിശ്വാസമാണ് നൽകുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെയൊക്കെ പക്കലുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങളെക്കാൾ വലുത് തങ്ങളുടെ ശാസ്ത്രജ്ഞരുടെ തദ്ദേശീയമായിട്ടുള്ള അറിവും വിപ്ലവത്തോടുള്ള പ്രതിബദ്ധതയുമാണ് എന്ന് ഇറാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഇതിലൂടെ. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഇറാന്റെ ഈ പ്രതിരോധ വീര്യം
എന്നും ഒരു വലിയ പ്രചോദനമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ ഇപ്പോഴും അമേരിക്ക എന്തുകൊണ്ട് ഈ കരാറിലേക്ക് എത്തപ്പെടുന്നു, സമാധാന കരാർ എന്ന് പറയപ്പെടുന്നതിലേക്ക് എത്തപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരമേ ഉള്ളൂ, സിമ്പിളായിട്ട്. ഈ ഇറാന്റെ രക്തക്കറ പുരണ്ട ആയുധപ്പുരകളുണ്ടല്ലോ, ആ ആയുധപ്പുരകൾ അമേരിക്കയുടെ ഹൃദയം കീറിയ വെടിയുണ്ടകളായിരുന്നു എന്നും ആ ആയുധപ്പുരകൾ കണ്ട് ഞെട്ടി അമേരിക്കക്കാർ ഇങ്ങനെയായി മാറി എന്നുമാണ് പറയപ്പെടുന്നത്.